നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ധനം അഥവാ പണം. കാരണം ഇന്ന് നാം ഏവരും വസിക്കുന്നത് കലിയുഗത്തിൽ ആയതിനാൽ തന്നെ പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ധനപരമായ ചില കാര്യങ്ങളെക്കുറിച്ചും മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം സാക്ഷാൽ കുബേരദേവന്റെ ചിത്രമാകുന്നു. രണ്ടാമത്തേത് ശുക്രന്റെ ആകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. കാരണം ഈ ദേവതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രസാദിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നതാകുന്നു. അത്രമേൽ പ്രാധാന്യമുള്ള 2 ദേവതകളാണ് ശുക്രനും കുബേരനും. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ ശുഭകരം. അതിനാൽ അപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ചിത്രമായ കുബേരദേവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഈശ്വര കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഈശ്വരാധീനത്താൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കർമ്മഫലത്താൽ പലതരം ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളതാകുന്നു. പലപ്പോഴായി പല ദുഃഖങ്ങളും നിങ്ങൾ അനുഭവിച്ച് പോന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ജീവിതത്തിൽ ഇത് പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങളും നൽകിയിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇവ മറികടക്കുവാൻ ഈശ്വരാനുഗ്രഹത്താൽ ഈശ്വര കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ടാകാം, സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കുബേര കടാക്ഷത്താൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകമായി ജീവിതത്തിലേക്ക് കടന്നു വരും. നേതൃത്വ സ്ഥാനങ്ങളിൽ ഉയർച്ച നേടുക, ആദരം ലഭിക്കുക, ബഹുമാനം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ധനപരമായ അഥവാ സാമ്പത്തികപരമായ ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ധന ഇടപാടിനാൽ ശത്രുക്കൾ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. എന്നാൽ ഇതിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് പലവിധ മാറ്റങ്ങൾ വന്നു ചേരും. ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ധനപരമായ നേട്ടങ്ങൾ കുബേര കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെറുതും വലുതുമായ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അതിൽ നിന്നും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. കാരണം ഇതെല്ലാം തരണം ചെയ്യുവാൻ കുബേര കടാക്ഷത്താൽ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. കൂടാതെ ഈശ്വരാധീനത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും വന്നു ചേരും. പലപ്പോഴും അധ്വാനിച്ച പണത്തേക്കാൾ ഭാഗ്യത്താൽ പണം വന്ന് ചേരുന്നതായ അവസ്ഥ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ അധ്വാനിച്ചതിനേക്കാൾ ഇരട്ടിയായി തന്നെ ഭാഗ്യത്താൽ ചില കാര്യങ്ങളിൽ ഭാഗ്യം കുബേര കടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതിനാൽ ധനം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ധനം ലഭിക്കാം. അത് കൊടുത്ത കൈവായ്പയാകാം, അല്ലെങ്കിൽ മറ്റു വായ്പകളാകാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച പണമാകാം, അല്ലെങ്കിൽ മറ്റ് രീതികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങൾ കഷ്ടതകൾ ഒരുപാട് അനുഭവിച്ചു. ആദ്യം നിങ്ങൾ കഷ്ടതകൾ അനുഭവിച്ച് തീർത്തു എന്നതാണ് വാസ്തവം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി തുടങ്ങും.
അത് നാളെ തന്നെ സംഭവിക്കണം എന്നില്ല. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. ഭഗവാനായി അവസരങ്ങളാണ് നിങ്ങൾക്ക് നൽകുക. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചാൽ ധനപരമായ ഉയർച്ച വന്നു ചേരും. കൂടാതെ മറ്റുള്ളവരുടെ ഇഷ്ടം നേടിയെടുക്കുവാനും അവരിൽ ഒരാളായി നിങ്ങൾക്ക് മുൻപിൽ നിന്ന് നയിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്തുണയാൽ നിങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പലപ്പോഴും സഹായിച്ചവരിൽ നിന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ട് എങ്കിൽ അവരിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അഥവാ അത്തരം കാര്യങ്ങൾ വന്നു ചേരാം എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ എന്നിരുന്നാലും നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും സഹായം മറ്റുള്ളവർക്ക് നൽകുന്നതാണ് ശുഭകരം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. എന്നാൽ നിങ്ങളിൽ വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകുവാൻ. അതല്ല എങ്കിൽ തൽസ്ഥിതി തുടരുന്നതിന് അത് കാരണമായി തീരും. കുടുംബവുമായി ബന്ധപ്പെട്ട കലഹങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെ പറയാം. കൂടാതെ നിങ്ങളുടെ ആലസ്യം, മടി തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം. ആത്മവിശ്വാസക്കുറവ് പൂർണ്ണമായും പരിഹരിക്കേണ്ടതാകുന്നു. ആത്മബലം വർദ്ധിച്ചു കൊണ്ടുവരേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുകയും അത്തരത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഏതൊരു മേഖലയിലും ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ശത്രുക്കളെ പോലും ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ, കുബേര കടാക്ഷത്താൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ ചിത്രമായ ശുക്രനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്കണ്ഠ ഉള്ളവരാകുന്നു. പല കാര്യങ്ങളും അതിനാൽ ചെയ്യുവാൻ മടിച്ചു നിൽക്കുന്നതായ അവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ആരോഗ്യവുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായും പലപ്പോഴും മനക്ലേശങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ. ചില വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായ ഊർജം നിറയ്ക്കുകയും വളരെയധികം വിഷമം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീരുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ എപ്പോഴും മാനസികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. ശുക്രകടാക്ഷം കൂടി ഉള്ളതിനാൽ പോസിറ്റീവായ ചിന്തകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, സഹോദരന്മാർ എന്നിവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുകയോ ഭാഗ്യം കടാക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ദോഷഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതവർ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാകണം എന്നില്ല, അല്ലാതെയും അത്തരത്തിൽ സംഭവിക്കാം. അതിനാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാൻ പാടൂ എന്ന കാര്യവും ഓർക്കുക. ധനം വന്ന ശേഷം നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് നിങ്ങൾ പലപ്പോഴായി അനുഭവിക്കുന്നതായ പ്രശ്നം. അതിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മാറും എന്ന് തന്നെയാണ് ഫലം. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകും എന്ന് തന്നെ പറയാം. എന്നാൽ അല്പസമയം അതിന് ആവശ്യമായിട്ടുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. ധനം വന്ന ശേഷം നഷ്ടപ്പെടുന്നു. എന്നിരുന്നാലും പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിലൂടെ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പലപ്പോഴും ജീവിതത്തിൽ കലഹങ്ങൾ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും
മനസ്വസ്ഥതക്കുറവിനും അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കലഹങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാകുന്നു. സാമ്പത്തിക ക്ലേശത്തേക്കാൾ പലപ്പോഴും പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നാളെ തന്നെ മാറില്ല. എന്നിരുന്നാലും അല്പ ദിവസങ്ങൾക്കകം ചില മാറ്റങ്ങൾ അത് സാമ്പത്തികപരമായ കാര്യങ്ങളിലും മാനസികപരമായ പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കും. ഒരു മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഈ സമയം അനുഭവിച്ചറിയുവാൻ സാധിക്കും. പല പ്രതികൂലമായ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനും അതുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും എന്ന് തന്നെ പറയാം. ഇവർ എവിടെ ചെന്നാലും അവിടെ അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം വന്നു ചേരാം. അല്ലെങ്കിൽ ഇവർ മൂലം മറ്റുള്ളവർക്ക് ധനപരമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് ഇവരോടുള്ള സ്നേഹം വർദ്ധിക്കുകയോ ഇവരുടെ ബഹുമാനം, സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ അത് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. അബദ്ധവശാൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളാൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും കലഹങ്ങൾ നിങ്ങളുടെ മടി അഥവാ ആലസ്യം, ഒരു കാര്യങ്ങളിലും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരിക, നെഗറ്റീവായ ചിന്തകൾ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ മനസ്സിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നു ചേരാം. വിചാരിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ സംഭവിക്കണം എന്നില്ല. അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അത് തനിക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നതാണോ എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാകുന്നു. അഥവാ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തുചാടി മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ തരണം ചെയ്ത് ശുക്രകടാക്ഷത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വർദ്ധിപ്പിക്കുവാനും അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും.